ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇവിടെ ഞാനും ബാബച്ചിയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ കുറേ നാളിന് ശേഷം എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവാണ് കേട്ടോ. ഫ്രണ്ടെന്ന് പറയാൻ പറ്റില്ല, അതിലും താണ്ടിയുള്ള ഒരു റിലേഷനാണ് ഞങ്ങൾ തമ്മിൽ. ഞങ്ങൾ എന്നും ഇങ്ങനെ മെസ്സേജ് ഒന്നും ചെയ്യത്തില്ല, എന്നും ഫോൺ ചെയ്യത്തില്ല. പക്ഷേ എന്താ പറയുക, ആ റിലേഷൻ ഇപ്പോഴും അതേപോലെ ഇങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ കോളേജിൽ വെച്ചാണ് ഞാൻ ഇവളെ പരിചയപ്പെടുന്നത്. ആദ്യം കണ്ടപ്പോൾ വലിയ ജാഡ, ഹെഡ് വെയിറ്റ്, അങ്ങനെ മൈൻഡൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേ ചിന്തയായിരുന്നു അവൾക്കും എന്നെ കണ്ടപ്പോഴും. വലിയ ജാടക്കാരിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ശരിക്കും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജാടയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഫേസിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, കാണുമ്പം ജാട ടൈപ്പാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറേ കോളേജിൽ വെച്ച് കണ്ട ആ പരിചയം ഇപ്പോഴും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം എന്താ പറയുക, കോളേജിൽ നമ്മൾ ആദ്യം കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ആഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ എങ്ങനെയോ സംസാരിച്ചു തുടങ്ങി. പിന്നെ ആ സംസാരം എന്താ പറയുക നിന്നിട്ടില്ല. അതായത് അത്ര സൗഹൃദമാണ് ഞങ്ങൾ തമ്മിൽ. അപ്പം അവളെയാണ് ഞാൻ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നും അങ്ങനെ കോണ്ടാക്റ്റ് ഒന്നും ചെയ്യത്തില്ല. പക്ഷേ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞങ്ങൾ നിർത്തത്തില്ല. അത് വേറൊരു കാര്യം. അങ്ങനത്തെ ഒരു ടൈപ്പാണ് നമ്മൾ തമ്മിൽ. അപ്പം ഞാൻ അഞ്ജുവിനെ കാണാൻ പോവാണ്. ഞാൻ മൂന്നാറും അവൾ തൃശ്ശൂരുമാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ മീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സമയം കിട്ടാറുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഓരോ പ്രാവശ്യം നാട്ടിൽ ഞാൻ വരുമ്പോൾ പ്ലാൻ ചെയ്യും കാണണമെന്നൊക്കെ. പക്ഷേ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് അവസാനം ആ പ്ലാൻ ക്യാൻസലാവും. പക്ഷെ ഇപ്രാവശ്യം എന്തായാലും കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ കാണാൻ എങ്ങനെ പോവാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പം ഞാൻ ഇരിക്കുന്നത്. ഞങ്ങൾ കുറേ വർഷങ്ങളായി കണ്ടിട്ട്, പക്ഷെ എന്താ പറയുക, ആ വർഷങ്ങളെ കണ്ടിട്ട് പക്ഷേ അങ്ങനത്തെ ഒരു കാണാത്ത പോലൊരു ഫീലിംഗ് ഇല്ല. കാരണം ഇടയ്ക്ക് നമ്മൾ മെസ്സേജ് അയക്കും, ഇടയ്ക്ക് നമ്മൾ വിളിക്കുമല്ലോ. പക്ഷെ എന്നും അതൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ ഇടയ്ക്ക് നമ്മൾ വിളിക്കും. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവാണ്. അപ്പം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പം അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതോടൊപ്പം ബെല്ലൈക്കണം പ്രസ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ അതേ തൃശ്ശൂരിൽ നിന്ന് അവൾ മൂന്നാറിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി അവൾ ഫോൺ ചെയ്തു, അവൾ എത്താറായിരുന്നു കേട്ടോ. അപ്പം അവൾ ഓൾറെഡി പറഞ്ഞു അവൾക്ക് മറിയയിൽ വന്നിട്ട് അവൾക്ക് മഡ് ഹൗസിൽ താമസിക്കണമെന്ന്. അതായത് മഡ് ഹൗസിൽ താമസിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന്. അതായത് കുറേ ഇങ്ങനെ മറിയൂരിൽ കുറേ മഡ് ഹൗസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ട് അവൾക്ക് ഭയങ്കര ആഗ്രഹം അവിടെ അങ്ങനെ താമസിക്കണമെന്ന്. എന്നാൽ പിന്നെ നമുക്കത് സാധിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ ഞാൻ ഒരു അടിപൊളി മഡ് ഹൗസ് അവൾക്ക് സജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മളത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നേരെ നമുക്ക് മഡ് ഹൗസിലോട്ട് പോകാം. അപ്പോൾ ഇതേ ഞാനും വാവച്ചും കൂടെ മഡ് ഹൗസിലോട്ട് പോകാൻ പോവാണ്. അവൾ ഓൾറെഡി അവിടെ എത്തി. പോവാം നമുക്ക്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ മഡ് ഹൗസ് കേട്ടോ. നല്ല തണുപ്പുള്ള സമയത്താണ് അവർ വന്നത്. അതുകൊണ്ട് ഇവിടുത്തെ സ്റ്റേയും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ മഡ് ഹൗസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇവിടെ താമസിക്കാനും. പിന്നെ ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. കാരണം ഇവിടെ നമുക്ക് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റാണ് പ്രൊവൈഡ് ചെയ്യുക. ലഞ്ചും ഡിന്നറും വേണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഇവരോട് പറയണം. അപ്പോൾ നമുക്ക് ലഞ്ചും ഡിന്നറും കൂടെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് നേരെ റൂമിലോട്ട് കയറാം. റൂമിൽ കയറുന്നതിന് മുന്നേ ഇവിടെ നമുക്ക് അടിപൊളി സിറ്റ് ഔട്ട് ഉണ്ട് കേട്ടോ. ഒരു ക്യൂട്ട് വിൻഡോ കണ്ടോ നിങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് നേരെ ബെഡ്റൂമിലോട്ടാണ് കയറുന്നത്. ഒരു ഫാമിലിക്ക് പറ്റിയൊരു ബെഡ്റൂമാണ്. 4 പേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. അങ്ങനെ നമ്മൾ വന്നതിന് ശേഷമാണ് കേട്ടോ ഈ ബെഡ്റൂം ഒന്ന് കുളമായത്. അതിന് മുന്നേ നല്ല നീറ്റായിരുന്നേ. ബെഡ്റൂമിൽ നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പം നമ്മുടെ ബാഗും ചട്ടിയും കലമൊക്കെ വയ്ക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് ഒരു മിററുണ്ട്, വാഷ് ചെയ്യാനായിട്ടുള്ള വാഷ് ബേസിനുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു കുഞ്ഞ് തൊട്ടിലും കൂടെ ഉണ്ട് കിടക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് വരുവാണെങ്കിൽ ഒരു സിറ്റ് ഔട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂ കാണാൻ പറ്റും. പിന്നെ ഈ ചുവരിന് ചുറ്റും അവരെന്തൊക്കെയോ ഇങ്ങനെ പടങ്ങളൊക്കെ വരച്ച് വച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്. ഇവിടെ ഇരുന്ന് നമുക്ക് ചായയും കാപ്പിയും എന്ത് വേണമെങ്കിലും കുടിക്കാം. അപ്പോൾ ഇനി നമുക്ക് നേരെ വാഷ്റൂം കാണാം. ഒരു അറ്റാച്ച്ഡ് വാഷ്റൂമാണ് അവിടെ ഉള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മഡ് ഹൗസ്? നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാളിന് ശേഷം കണ്ടതായതുകൊണ്ട് നമുക്ക് കുറേ സംസാരിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ സംസാരിച്ചു. അതിനിടയ്ക്ക് സത്യം പറഞ്ഞാൽ വീഡിയോസ് എടുക്കാൻ മറന്നുപോയി. അങ്ങനെ നമ്മൾ സംസാരിച്ചിരുന്നു. ഹെറ്റിയും വാവച്ചിയും അങ്ങനെ ഭയങ്കര കൂട്ടായി കളിയാണ് കേട്ടോ.
അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്നലെ നമ്മൾ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞ് പിന്നെ രാത്രിയൊക്കെ ആയി. പിന്നെ നമ്മൾ അങ്ങനെ കിടന്നൊക്കെ ഉറങ്ങി. ഇത് നെക്സ്റ്റ് ഡേ ഇത് നമ്മുടെ ഹെറ്റിക്ക് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ പാർക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. സന്നുപേട്ടൻ്റെ വോയിസ് ആണല്ലോ. ബാക്കിലുണ്ട് ഇത് ഞാൻ യൂട്യൂബിൽ എടുത്തില്ല, പേടിക്കണ്ട. നീ യൂട്യൂബിൽ ഇടുന്നീങ്ങളെന്ന് പറയട്ടെ. നിന്നെ കാണാനായി വയനാട്ടിൽ ഞങ്ങൾ വന്നു. അങ്ങനെ നമ്മൾ നേരെ പാർക്കിലെത്തിയിട്ടോ. പാർക്കിൽ അങ്ങനെ അധികം ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ഹെറ്റിക്ക് ഭയങ്കരമായിട്ട് എല്ലാത്തിലും കയറി അങ്ങനെ കളിക്കാമല്ലോ. ഇന്ന് നമ്മൾ വാവച്ചിനെ കൊണ്ടുവന്നില്ല കേട്ടോ. കാരണം വാവച്ചിക്ക് ചെറിയ പനി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വാവച്ചിനെ കൊണ്ടുവന്നില്ല. വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര നല്ല കളിക്കാനായിട്ടുള്ള നല്ല അന്തരീക്ഷം ആയതുകൊണ്ട് ഹെറ്റി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫോട്ടോ അങ്ങനെയൊന്നുമല്ല, ഇവിടുന്ന് അങ്ങോട്ട് ജമ്പയിലായിരിക്കും. അപ്പോൾ ദേ പിന്നെ ഞാനും അഞ്ചും കൂടി എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ അത് നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ നമ്മളിതേ ഊഞ്ഞാലാടിക്കൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ ഹിയാച്ചുവിന് ബേബിക്ക് അതേ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഹിയാച്ചുവിന് വിശക്കുമല്ലോ. അങ്ങനെ ഹിയാച്ചുവിന് ഫുഡ് കൊടുത്തുകൊണ്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കോളേജിലുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ല ഒരു എന്താ പറയുക, നല്ല ഒരു തണുപ്പുള്ള സമയമായതുകൊണ്ട് നമുക്ക് കുറേ നേരം ഇവിടെ ഇരിക്കാനും പറ്റി. പിന്നെ വേറെ ആരും അധികം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കുറേ നേരം ഇരുന്ന് അങ്ങനെ സംസാരിക്കാൻ പറ്റി. അതാണ് വലിയൊരു കാര്യം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ 16D മൂവി കാണാനായിട്ട് തീരുമാനിച്ചു കേട്ടോ. പക്ഷേ ഇതിൽ കുറച്ച് പേടിക്കുന്ന തരത്തിലുള്ള മൂവി ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി എനിക്ക് കയറാൻ പേടിയായിരുന്നു. പക്ഷേ ഇതാകെ 10 മിനിറ്റേ ഉള്ളൂ. എങ്കിലും ഹെറ്റി ഇടയ്ക്ക് ഒച്ച വെച്ച് കരഞ്ഞിട്ടോ പേടിച്ചിട്ട്. അതുകൊണ്ട് നമ്മൾ പാതി വഴിയിൽ ഇറങ്ങി. അല്ലെങ്കിലും എനിക്കിത് കാണാനായിട്ടുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല, ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പാർക്കിലെ കളിയെല്ലാം കഴിഞ്ഞ് ഇനി ഹെറ്റിക്ക് സിപ്പ് ലൈനിൽ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സിപ്പ് ലൈനിലോട്ടാണ് ഇനി പോകുന്നത് കേട്ടോ. അതിന് മുന്നേ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ നേരെ ഇനി സിപ്പ് ലൈനിലോട്ട് പോവാം. അങ്ങനെ ഹെറ്റിയുടെ ആഗ്രഹം പോലെ ഇതേ സിപ്പ് ലൈനിൽ കയറിട്ടോ. അങ്ങനെ ഇതേ ഹെറ്റി ഇതേ പോകുന്നു. ഞാൻ നോക്കിയിട്ടില്ലേ എന്താ അപ്പൊ വരാത്ത? ഞാൻ നോക്കിയിരിക്കണേ. എന്നിട്ട് അപ്പ വന്നില്ല? ഇല്ല, ഞാൻ നോക്കിയിരിക്കണോ. നിന്റെ അപ്പക്ക് പേടിയായിപ്പോയി. എനിക്കിനും പേടിയുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പാർക്കിലും സിപ്പ് ലൈനും കയറി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കുറേ സ്ഥലത്തൊക്കെ കറങ്ങി. അത് കഴിഞ്ഞ് നേരെ അഞ്ചു എൻ്റെ വീട്ടിലോട്ട് വരുവാണ്. നമ്മൾ അവിടെയാണ് ലഞ്ച് കഴിച്ചത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ ചായ കൂടി എല്ലാം കഴിഞ്ഞ് അവർക്ക് പോകാൻ സമയമായി. അപ്പം അങ്ങനെ നമ്മൾ പിരിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ എന്നാ കാണണേന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ, കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ലവ് യു അഞ്ജു.